ഹായ് ഫ്രണ്ട്സ്, ഈ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അനലോഗ് സർക്യൂട്ട്സിന്റെ സെക്കൻഡ് ചാപ്റ്റർ ആണ്. അതായത് ഡയോഡ് അപ്ലിക്കേഷൻസ്. ഡയോഡ് എന്താണ്, ഡയോഡിന്റെ വേരിയസ് അപ്ലിക്കേഷൻസ് എന്താണെന്നുള്ളതാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഫസ്റ്റ് ഓഫ് ആൾ, എന്താണ് ഡയോഡ്? സോ വാട്ട് ഈസ് മീൻ ബൈ എ ഡയോഡ്? ഡയോഡ് ഈസ് നത്തിങ് ബട്ട് ഇറ്റ് ഈസ് പി എൻ ജംഗ്ഷൻ. പി ടൈപ്പ് സെമി കണ്ടക്ടറും എൻ ടൈപ്പ് സെമി കണ്ടക്ടറും ജോയിൻ ചെയ്താൽ നമുക്ക് കിട്ടുന്ന സ്ട്രക്ചറിനെയാണ് നമ്മൾ ഡയോഡ് എന്ന് പറയുന്നത്. സോ ഇഫ് യു ജോയിൻ P and N, then we will get a junction is called depletion region. അതിന്റെ ഇടയിലുള്ള ജംഗ്ഷനെ നമ്മൾ എന്താ വിളിക്കുന്നത്? ഡിപ്ലീഷൻ റീജിയൻ എന്നാണ് വിളിക്കുന്നത്. ഡയോഡിന് രണ്ട് ടെർമിനൽസ് ആണുള്ളത്, ആനോഡ് ആൻഡ് കാഥോഡ്. ആനോഡും കാഥോഡും 2 ടെർമിനൽ ഡിവൈസ് ആണ്. സോ എങ്ങനെയാണ് പി ടൈപ്പ് കിട്ടുന്നത്, എങ്ങനെയാണ് എൻ ടൈപ്പ് കിട്ടുന്നത്? സോ ബിഫോർ ദാറ്റ്, സിലിക്കൺ ജർമേനിയം, ഈ രണ്ട് എലമെന്റ്സ് ആണ് നമ്മുടെ ഡയോഡ് മാനുഫാക്ചറിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. സോ സിലിക്കണിൻ്റെയും ജർമേനിയത്തിൻ്റെയും പ്രത്യേകത നോക്കിയാൽ 14ാമത്തെ ഗ്രൂപ്പ് എലമെന്റ്സ് ആണ്. വാലൻസി എത്രയാണ്? 4 അതിൻ്റെ വാലൻസി വരുന്നത്. സോ സ്റ്റെബിലിറ്റിക്ക് വേണ്ടി കോവാലന്റ് ബോണ്ടാണ് സിലിക്കണും ജർമേനിയവും ഫോം ചെയ്യുന്നത്. സോ പ്യുവർ സിലിക്കണും ഉണ്ട്, പ്യുവർ ജർമേനിയം ഉണ്ട്. നമ്മൾ അതിനെ ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ എന്നാണ് പറയുന്നത്. സോ ഫോർ ഇൻക്രീസിങ് ദി കണ്ടക്ടിവിറ്റി വി ആർ ഡൂയിങ് എ പ്രോസസ് കോൾഡ് ഡോപ്പിംഗ്. നമ്മൾ ഡോപ്പിംഗ് ആണ് ചെയ്യുന്നത്. സോ 14ാമത്തെ ഗ്രൂപ്പ് എലമെന്റ്സ് 15 ആയിട്ട് ഡോപ്പ് ചെയ്യുന്നു, അല്ലെങ്കിൽ 14ാമത്തെ ഗ്രൂപ്പ് എലമെന്റ്സും 13ാമത്തെ ഗ്രൂപ്പ് എലമെന്റ്സും തമ്മിൽ ഡോപ്പ് ചെയ്യുന്നു. സോ 14ഉം 15ഉം ആണ് മിക്സ് ചെയ്യുന്നതെങ്കിൽ 15th ഗ്രൂപ്പ് എലമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോസ്ഫറസ്, ആർസനിക്, ആന്റിമണി, ബിസ്മത്ത്, ഈ എലമെന്റുമായിട്ടാണ് സിലിക്കണും ജർമേനിയും ഡോപ്പ് ചെയ്യുന്നതെങ്കിൽ വി വിൽ ഗെറ്റ് എൻ ടൈപ്പ് സെമി കണ്ടക്ടർ. നമുക്ക് കിട്ടുന്നത് ഏതാണ്? എൻ ടൈപ്പ് സെമി കണ്ടക്ടർ ആണ്. ഇനി സിലിക്കണും ജർമേനിയവും 13ാമത്തെ ഗ്രൂപ്പ് എലമെന്റ്സ് ആയിട്ടാണ് ഡോപ്പ് ചെയ്യുന്നത്, ലൈക്ക് ബോറോൺ, അലുമിനിയം, ഗാലിയം, ഇൻഡിയം. അങ്ങനെയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന സെമി കണ്ടക്ടർ എന്താണ്? പി ടൈപ്പ് സെമി കണ്ടക്ടർ ആണ്. സോ പിയും എന്നും ചേർത്ത് വെച്ചാൽ കിട്ടുന്ന സ്ട്രക്ചർ ആണ് പി എൻ ജംഗ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്കൊരു ഡയോഡിന്റെ സിമ്പൽ നോക്കാം. സോ ദിസ് ഈസ് എ സിമ്പൽ ഓഫ് ഡയോഡ് ആൻഡ് ഡയോഡ് ഈസ് ഹാവിംഗ് 2 ടെർമിനൽസ്. നമ്മൾ അതിനെ വിളിക്കുന്നത് ആനോഡ് ടെർമിനൽ എന്നും കാഥോഡ് എന്നുമാണ് വിളിക്കുന്നത്. സോ ആനോഡ്, കാഥോഡ്. ഇനി ബേസിക്കലി നിങ്ങൾ അറിയേണ്ടത് ഡയോഡ് എന്ന് പറയുന്നത് ഒരു സ്വിച്ച് ആണ്. ഡയോഡ് ഈസ് എ സ്വിച്ച്. സോ സ്വിച്ചിങ് ആപ്ലിക്കേഷൻസിലാണ് നമ്മൾ മെയിൻലി യൂസ് ചെയ്യുന്നത്. സോ നിങ്ങൾക്ക് ഡയഗ്രത്തിൽ ഒരു ഡയോഡ് കാണാം. നോർമലി നമ്മൾ ലാബിലൊക്കെ യൂസ് ചെയ്യുന്ന സിലിക്കൺ ഡയോഡിന്റെ ഫിഗർ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, സോ ഡയോഡ് ഒരു സ്വിച്ച് ആണ്. സ്വിച്ചിങ് ആപ്ലിക്കേഷൻസ് ഓൺ ഓഫ് ഈ 2 സ്റ്റേറ്റ് ആണ് ഡയോഡിന് ഉള്ളത്. ഇനി നമുക്കൊരു ഡയോഡിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് നോക്കാം. ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നത്തിങ്, വോൾട്ടേജ് കറന്റ് റിലേഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. സോ എക്സ് ആക്സിസിൽ വോൾട്ടേജും വൈ ആക്സിസിൽ കറന്റും എടുത്ത് നമ്മൾ വരയ്ക്കുന്ന ഗ്രാഫ് വി ഐ ക്യാരയാണ്. സോ ഈ വി ഐ ക്യാരയിൽ 2 റീജിയൻ ആണുള്ളത്. ഒന്ന് ഫോർവേഡ് ബയസ്ഡ് റീജിയൻ ആൻഡ് ദ സെക്കൻഡ് വൺ ഈസ് റിവേഴ്സ് ബയസ്ഡ് റീജിയൻ. സോ 2 ബയാസിംഗ് ആണ്, ഫോർവേഡ് ബയസ്, റിവേഴ്സ് ബയസ്. സോ ഫോർവേഡ് ബയസിൽ ഡയോഡ് എന്ന് പറയുന്നത് ഓൺ ആയിരിക്കും. ഡയോഡ് എന്ന് പറയുന്നത് ഓൺ ആയിരിക്കും. ഓൺ മീൻസ് ഷോർട്ട് സർക്യൂട്ട് ആയിരിക്കും. റിവേഴ്സ് ബയസിൽ ഡയോഡ് എന്ന് പറയുന്നത് ഓഫ് ആയിരിക്കും. ഓഫ് മീൻസ് ഓപ്പൺ സർക്യൂട്ട്. സോ സ്വിച്ചിന്റെ ഓൺ സ്റ്റേറ്റും ഓഫ് സ്റ്റേറ്റും. സോ സ്വിച്ച് ഓൺ ആവണമെന്നുണ്ടെങ്കിൽ ഡയോഡ് ഫോർവേഡ് ബയസ് ആയിരിക്കണം. സ്വിച്ച് ഓഫ് ആവണമെന്നുണ്ടെങ്കിൽ ഡയോഡ് എന്തായിരിക്കണം? റിവേഴ്സ് ബയസ് ആയിരിക്കണം. ഇനി വി ഐ ക്യാര എന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ എന്തൊക്കെയാണ് കാണാൻ പറ്റുന്നത് നോക്കാം. സോ ഫോർവേഡ് ബയസ് കണ്ടീഷനിൽ ഇനീഷ്യലി കറണ്ട് എന്തായിരിക്കും? 0 ആയിരിക്കും, ബിക്കോസ് ഓഫ് ദി ഡിപ്ലീഷൻ റീജിയൻ ഉള്ളത് കൊണ്ട് കറണ്ട് 0 ആയിരിക്കും. ഇനി ഡിപ്ലീഷൻ റീജിയൻ അക്രോസ് ഉള്ള പൊട്ടൻഷ്യലിനെ പറയുന്ന പേരാണ് ബാരിയർ പൊട്ടൻഷ്യൽ. സോ സിലിക്കൺ ആണെങ്കിൽ നമ്മുടെ ബാരിയർ പൊട്ടൻഷ്യൽ അറൗണ്ട് 0.7 വോൾട്ട് ആയിരിക്കും ബാരിയർ പൊട്ടൻഷ്യൽ. സോ ആ ബാരിയർ പൊട്ടൻഷ്യൽ ഓവർകം ചെയ്താൽ മാത്രമേ നമുക്ക് ഇലക്ട്രോൺ ഹോൾ മൂവ്മെന്റ് നടന്ന് കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യൂ. സോ ഇനീഷ്യൽ വോൾട്ടേജ് ബാരിയർ പൊട്ടൻഷ്യലിനെ ഓവർകം ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നു. സോ ആഫ്റ്റർ 0.7 കറണ്ട് ഇൻക്രീസസ് എക്സ്പോണൻഷ്യലി. ലീനിയർ ഗ്രാഫ് അല്ല, നോൺ ലീനിയർ, എക്സ്പോണൻഷ്യൽ റിലേഷൻ ആണ് വോൾട്ടേജും കറണ്ടും തമ്മിലുള്ളത്. സോ ഗ്രേറ്റർ ദാൻ 0.7 ആണ് നമ്മൾ അപ്ലൈ ചെയ്യുന്ന വോൾട്ടേജ് എങ്കിൽ, സിലിക്കണിന്റെ കേസിൽ ഗ്രേറ്റർ ദാൻ 0.7 ആണെങ്കിൽ ഡയോഡ് ഓൺ സ്റ്റേറ്റിലേക്ക് പോകുന്നു. അതായത് ഡയോഡ് എന്താവുന്നു? ഷോർട്ട് സർക്യൂട്ട് ആവുന്നു. ഇനി റിവേഴ്സ് ബയസ് കണ്ടീഷനിൽ ഡിപ്ലീഷൻ റീജിയന്റെ വിഡ്ത്ത് ഇൻക്രീസ് ചെയ്യുന്നു. സോ
കറന്റ് ഫ്ലോ എന്ന് പറയുന്നത് നെഗ്ലിജിബിളി എന്തായിരിക്കും, അപ്രോക്സിമേറ്റ്ലി എന്തായിരിക്കും, 0 ആയിരിക്കും കറന്റ് ഫ്ലോ. സോ നോർമലി കറന്റ് ഫ്ലോ 0 ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം, സ്വിച്ച് ഓഫ് ആണെന്ന് പറയാം, അല്ലെങ്കിൽ ഓപ്പൺ സർക്യൂട്ട് ആണെന്ന് പറയാം. ഇനി റിവേഴ്സ് ബയസിൽ ഒരു പർട്ടിക്കുലർ വോൾട്ടേജ് എത്തിക്കഴിഞ്ഞാൽ ബ്രേക്ക് ഡൗൺ നടക്കും. സോ അറ്റ് എ പർട്ടിക്കുലർ വോൾട്ടേജ് കറന്റ് ഇൻക്രീസസ് റാപ്പിഡ്ലി ഇൻ റിവേഴ്സ് ബയസ് ആൻഡ് ദിസ് ഫിനോമിനൻ ഈസ് നോൺ ആസ് ബ്രേക്ക് ഡൗൺ. ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ബ്രേക്ക് ഡൗൺ. സോ ഹെവി കറന്റ് ആണ് റിവേഴ്സ് ബയസിൽ ഈ ഒരു ബ്രേക്ക് ഡൗൺ കണ്ടീഷനിൽ ഫ്ലോ ചെയ്യുന്നത്. സോ ഡിവൈസ് ഡാമേജ് ആവുകയാണ് ചെയ്യുന്നത്. ഈ ഒരു റിവേഴ്സ് ബയസ് കണ്ടീഷനിൽ ബ്രേക്ക് ഡൗൺ കണ്ടീഷൻ എത്തിയാൽ ഡിവൈസിലൂടെ ഹെവി കറന്റ് ആണ് ഫ്ലോ ചെയ്യുക. പക്ഷെ നമ്മളൊരു പർട്ടിക്കുലർ ഡയോഡ് ഡിസൈൻ ചെയ്യുന്നുണ്ട്. ഈ ഒരു ബ്രേക്ക് ഡൗൺ റീജിയൻ യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഡയോഡാണ് സെന ഡയോഡ്. എനിവേ റിവേഴ്സ് ബയസിൽ ഡയോഡ് എന്തായിരിക്കും, ഓഫ് കണ്ടീഷനിലായിരിക്കും. ഇനി ഈ ഒരു ഗ്രാഫിനെ നമുക്കൊരു ഇക്വേഷൻ വെച്ച് റെപ്രസെന്റ് ചെയ്യാം. ഡയോഡിലൂടെ ഫ്ലോ ചെയ്യുന്ന കറന്റും വോൾട്ടേജും തമ്മിലുള്ള ഒരു ഇക്വേഷൻ. അതിനെ വിളിക്കുന്ന പേര് ഡയോഡ് ഇക്വേഷൻ എന്നാണ് വിളിക്കുന്നത്. ആൻഡ് ഡയോഡ് ഇക്വേഷൻ ഈസ് ID, ഡയോഡിലൂടെ ഫ്ലോ ചെയ്യുന്ന കറന്റ് ID ഈക്വൽ ടു IS ഇൻറ്റു ഇ റേസ് ടു QVD ബൈ NKT മൈനസ് 1. സോ ഓരോ ടേം എന്താണെന്നുള്ളത് നോക്കാം. ID ഡയോഡിലൂടെ ഫ്ലോ ചെയ്യുന്ന കറന്റ് ആണ് ID. IS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിവേഴ്സ് സാച്ചുറേഷൻ കറന്റ്. റിവേഴ്സ് ബയസ് കണ്ടീഷനിൽ മൈനോറിറ്റി കാരിയേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന കറന്റ് ആണ് IS. വെരി സ്മോൾ ഇൻ മാഗ്നിറ്റ്യൂഡ്, വളരെ ചെറിയ കറന്റ് ആണ് IS എന്ന് പറയുന്നത്. ഇൻറ്റു ഇ റേസ് ടു എക്സ്പോണൻഷ്യൽ പവർ ആണ് വരുന്നത്. ഇ റേസ് ടു എക്സ്പോണൻഷ്യൽ ടേമിൽ എന്താന്ന് നോക്കാം. Q എന്ന് പറഞ്ഞാൽ ചാർജ് ആണ്. VD ഡയോഡിന് അക്രോസ് ഉള്ള വോൾട്ടേജ് ഡിവൈഡ് ബൈ NKT. N എന്ന് പറഞ്ഞാൽ മെറ്റീരിയൽ ആണ്. സോ N1 ആണെങ്കിൽ മെറ്റീരിയൽ ജർമേനി ആയിരിക്കും. N2 ആണെങ്കിൽ മെറ്റീരിയൽ സിലിക്കൺ ആയിരിക്കും. സോ N എന്ന് പറയുന്നത് മെറ്റീരിയൽ ഫാക്ടർ ആണ്. KT കേസ് ബോൾട്സ്മാൻ കോൺസ്റ്റന്റ്, T ഈസ് ടെമ്പറേച്ചർ ഇൻ കെൽവിൻ. സോ IS ഇൻറ്റു ഇ റേസ് ടു QVD ബൈ NKT മൈനസ് 1 ആണ്. ഈ ഇക്വേഷനാണ് ഡയോഡ് ഇക്വേഷൻ എന്നറിയപ്പെടുന്നത്. ഇനി ഈ ഡയോഡ് ഇക്വേഷനിൽ വരുന്ന ഒരു ടേം ആണ് KT ബൈ Q. ബോൾട്സ്മാൻ കോൺസ്റ്റന്റ് K ഇൻറ്റു ടെമ്പറേച്ചർ ഡിവൈഡഡ് ബൈ ചാർജ്. ആൻഡ് ദിസ് ഈസ് ടേംഡ് ആസ് VT. ഇതിനെ നമ്മൾ VT എന്നാണ് മാർക്ക് ചെയ്യുന്നത്. VT ഈസ് കോൾഡ് തെർമൽ ഇക്വലന്റ് വോൾട്ടേജ്. ടെമ്പറേച്ചറിന് ഇക്വലന്റ് ആയിട്ടുള്ള വോൾട്ടേജ് ആണ് VT. ചിലപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിൽ ഡയറക്ട്ലി VTയുടെ വാല്യൂ ആണ് തരിക. സോ VT എന്ന് പറയുന്നത് KT ബൈ Q ആണ്. ഇതിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് വോൾട്ട് ആണ്. ഇതിന്റെ യൂണിറ്റ് വരുന്നത് തെർമൽ ഇക്വലന്റ് വോൾട്ടേജ് ആണ്. വോൾട്ടേജ് ആയതുകൊണ്ട് തന്നെ യൂണിറ്റ് വോൾട്ട് ആണ്. ആൻഡ് അറ്റ് റൂം ടെമ്പറേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 300 കെൽവിനിൽ VTയുടെ വാല്യൂ 26 മില്ലി വോൾട്ട് ആണ്. 26 മില്ലി വോൾട്ട്. ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ അറ്റ് റൂം ടെമ്പറേച്ചർ എന്ന് മെൻഷൻ ചെയ്യും. സോ യു ഹാവ് ടു ടേക്ക് ദ വാല്യൂ ഓഫ് VT ആസ് 26 മില്ലി വോൾട്ട്. സോ ഇതാണ് ഡയോഡിന്റെ ക്യാരക്ടറിസ്റ്റിക്സും ഡയോഡ് ഇക്വേഷനും. സോ ഇൻ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഓരോ അപ്ലിക്കേഷൻസ് ആയിട്ട് ചെക്ക് ചെയ്യാൻ പോവാണ്. സോ ഡയോഡിന്റെ അപ്ലിക്കേഷൻസ് ആണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഒരുപാട് അപ്ലിക്കേഷൻസിൽ നമ്മൾ ഡയോഡ് യൂസ് ചെയ്യുന്നുണ്ട്. സോ നമ്മൾ മെയിൻലി യൂസ് ചെയ്യുന്ന അപ്ലിക്കേഷൻസ് ഇതൊക്കെയാണ്. ഫസ്റ്റ് വൺ ഈസ് വോൾട്ടേജ് റെഗുലേറ്റർ. വോൾട്ടേജ് റെഗുലേറ്ററിൽ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. വോൾട്ടേജ് റെഗുലേറ്ററിൽ നമ്മളൊരു സ്പെഷ്യൽ പർപ്പസ് ഡയോഡാണ് യൂസ് ചെയ്യുന്നത്. ദ ഡയോഡ് ഈസ് കോൾഡ് സെനർ ഡയോഡ്. സെനർ ഡയോഡാണ് നമ്മൾ വോൾട്ടേജ് റെഗുലേറ്റർ ആയിട്ട് യൂസ് ചെയ്യുന്നത്. സോ എവിടെയാണ് നമ്മൾ വോൾട്ടേജ് റെഗുലേറ്റർ യൂസ് ചെയ്യുക? കോൺസ്റ്റന്റ് ഔട്ട്പുട്ട് വോൾട്ടേജ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വോൾട്ടേജ് റെഗുലേറ്റർ യൂസ് ചെയ്യുന്നത്. സോ ഇറ്റ് പ്രൊഡ്യൂസസ് കോൺസ്റ്റന്റ് ഔട്ട്പുട്ട് വോൾട്ടേജ് ഇറസ്പെക്റ്റീവ് ഓഫ് ദി വേരിയേഷൻ ഇൻ ലോഡ് ആൻഡ് ഇൻപുട്ട്. സോ ഇൻപുട്ടിലുള്ള ഫ്ലക്ച്വേഷനോ ലോഡിലുള്ള ഫ്ലക്ച്വേഷനോ നമ്മൾ ഔട്ട്പുട്ടിനെ ബാധിക്കുന്നില്ല. അങ്ങനത്തെ സർക്യൂട്ടാണ് വോൾട്ടേജ് റെഗുലേറ്റർ. സെക്കൻഡ് ആപ്ലിക്കേഷൻ ആണ് ക്ലിപ്പർ. ക്ലിപ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേവ് ഫോം ഷേപ്പിംഗ് സർക്യൂട്ടാണ്. അതായത് നമ്മളൊരു വേവ് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ പോസിറ്റീവ് സൈഡിനെ ക്ലിപ്പ് ചെയ്യാം, നെഗറ്റീവ് സൈഡിനെ ക്ലിപ്പ് ചെയ്യാം, അല്ലെങ്കിൽ പോസിറ്റീവും നെഗറ്റീവും ക്ലിപ്പ് ചെയ്യാം. അതിനെ നമ്മൾ സ്ലൈസർ എന്നാണ് പറയുന്നത്. സോ നമുക്ക് വേവ് ഫോം ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സർക്യൂട്ടാണ് ക്ലിപ്പർ. ക്ലിപ്പറിൽ നമ്മൾ ഡയോഡും റെസിസ്റ്ററും ആണ് ഉപയോഗിക്കുന്നത്. ഡയോഡും റെസിസ്റ്ററും ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇൻ ഡീറ്റെയിൽ നമ്മളത് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സോ എനിവേ ഒരു ബ്രീഫ് ഇൻട്രൊഡക്ഷൻ തന്നതാണ്. ക്ലിപ്പറിൽ വേവ് ഫോം ഷേപ്പിംഗ് ആണ് ചെയ്യുന്നത്. തേർഡ് ഇമ്പോർട്ടൻറ്റ് ആപ്ലിക്കേഷൻ ആണ് ക്ലാമ്പർ.
ക്ലാമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എ സി വേവ് ഫോമിലേക്ക് ഡി സി ആഡ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ക്ലാമ്പിംഗ് ആക്ഷൻ എന്ന് പറയുന്നത്. സോ ഡി സി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നോർമലി ഒരു വേവ് ഫോം നമ്മൾ എടുക്കുകയാണെങ്കിൽ ആ വേവ് ഫോമിൻ്റെ റഫറൻസ് ലെവൽ എത്രയായിരിക്കും? റഫറൻസ് ലെവൽ നോർമലി എത്രയായിരിക്കും? 0 ആയിരിക്കും. ഈ ഒരു വേവ് ഫോമിലേക്ക് നമ്മളൊരു ഡി സി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റഫറൻസ് ലെവൽ പോസിറ്റീവ് സൈഡ് അല്ലെങ്കിൽ നെഗറ്റീവ് സൈഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ സാധിക്കും. ആൻഡ് ദാറ്റ് ഈസ് കോൾഡ് ക്ലാമ്പിംഗ് ആക്ഷൻ. സോ ഇറ്റ് ഈസ് ക്ലാമ്പർ. ക്ലാമ്പറിൽ നമ്മൾ ഉപയോഗിക്കുന്നത് ഡയോഡിൻ്റെ കൂടെ കപ്പാസിറ്റർ ആണ് യൂസ് ചെയ്യുന്നത്. കപ്പാസിറ്റർ ആണ് നമ്മൾ ക്ലാമ്പറിൽ യൂസ് ചെയ്യുന്നത്. കപ്പാസിറ്ററിൻ്റെ ചാർജ് സ്റ്റോറേജ് പ്രോപ്പർട്ടിയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഫോർത്ത് ആപ്ലിക്കേഷൻ ആണ് റെക്ടിഫയർ. സോ വാട്ട് ഈസ് മീൻ ബൈ റെക്ടിഫയർ? എ സിയെ പൾസേറ്റിംഗ് ഡി സി ആയി കൺവേർട്ട് ചെയ്യുന്ന സർക്യൂട്ടിനെയാണ് നമ്മൾ റെക്ടിഫയർ എന്ന് പറയുന്നത്. എ സി ടു ഡി സി കൺവേർഷൻ ആണ് റെക്ടിഫിക്കേഷൻ ആക്ഷൻ. പൾസേറ്റിംഗ് ഡി സി ആണ്. എ സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ആൾട്ടർനേറ്റിംഗ് ആണ്, ബൈ ഡയറക്ഷനിലാണ്. ഡി സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? യൂണി ഡയറക്ഷനിലാണ്. സോ അതിന് നമ്മൾ റെക്ടിഫയർ യൂസ് ചെയ്യുന്നുണ്ട്. ആൻഡ് ദ ലാസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ആപ്ലിക്കേഷൻ ഈസ് വോൾട്ടേജ് മൾട്ടിപ്ലയർ. വോൾട്ടേജ് മൾട്ടിപ്ലയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇൻപുട്ട് വേവ് ഫോമിൻ്റെ ആംപ്ലിറ്റ്യൂഡിനെ മൾട്ടിപ്ലൈ ചെയ്യുന്ന സർക്യൂട്ടാണ് വോൾട്ടേജ് മൾട്ടിപ്ലയർ. സോ ആംപ്ലിറ്റ്യൂഡ്, സപ്പോസ് ഒരു ഇൻപുട്ട് വേവ് ഫോം നമ്മുടെ കയ്യിലുണ്ട്. വി ഹാവ് 6 sin ωt. ഒരു ഇൻപുട്ട് വേവ് ഫോം നമ്മുടെ കയ്യിലുണ്ട്. ഇതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് എത്രയാണ്? 6 ആണ് ഇതിൻ്റെ ആംപ്ലിറ്റ്യൂഡ്. നമുക്കിപ്പോൾ ഔട്ട്പുട്ടിൽ ഒരു 18 വോൾട്ടാണ് വേണ്ടതെന്ന് വിചാരിക്കുക. സോ ഔട്ട്പുട്ടിൽ നമ്മുടെ റിക്വയർമെൻറ്റ് ഒരു 18 വോൾട്ട് ആണെങ്കിൽ ഈ ആംപ്ലിറ്റ്യൂഡിനെ നമുക്ക് 6നെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി? 6 × 3 ചെയ്താൽ മതി. സോ ബൈ എ ഫാക്ടർ ഓഫ് 3. സോ ട്രിപ്ലർ എന്നാണ് നമ്മളതിനെ പറയുക. സോ ആംപ്ലിറ്റ്യൂഡ് ലെവലിനെയാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്, അല്ലാതെ മൊത്തത്തിൽ ഈ 6 sin ωt അല്ല മൾട്ടിപ്ലൈ ചെയ്യുന്നത്. 6 sin ωt നമ്മൾ അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ അതിനെ നമ്മൾ നോർമലി ആംപ്ലിഫയർ എന്നാണ് പറയുന്നത്. ഇവിടെ ഡി സി ലെവൽ ആംപ്ലിറ്റ്യൂഡ് ലെവലിനെ നമ്മളൊരു ഫാക്ടർ 2 കൊണ്ടോ 3 കൊണ്ടോ 4 കൊണ്ടോ മൾട്ടിപ്ലൈ ചെയ്തിട്ടുള്ള വോൾട്ടേജ് ലെവലാണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ അങ്ങനത്തെ സർക്യൂട്ടാണ് വോൾട്ടേജ് മൾട്ടിപ്ലയർ. സോ ഈ 5 അപ്ലിക്കേഷൻസ് ആണ് നമുക്ക് ഇൻ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യാനുള്ളത്. സോ വി വിൽ ഡിസ്കസ് ഇറ്റ് 1 by 1. സോ ഫസ്റ്റ് ആപ്ലിക്കേഷൻ വോൾട്ടേജ് റെഗുലേറ്റർ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ വോൾട്ടേജ് റെഗുലേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് പ്രൊഡ്യൂസസ് കോൺസ്റ്റന്റ് ഔട്ട്പുട്ട് വോൾട്ടേജ് ഇറസ്പെക്റ്റീവ് ഓഫ് ദി വേരിയേഷൻ ഇൻ ലോഡ് ആൻഡ് ഇൻപുട്ട് വോൾട്ടേജ്. ഇൻപുട്ട് വോൾട്ടേജിലോ ലോഡിലോ ചേഞ്ച് വന്നാലും ഔട്ട്പുട്ട് വോൾട്ടേജ് എന്തായിരിക്കും? ഫിക്സ്ഡ് ആയിരിക്കും. അങ്ങനത്തെ സർക്യൂട്ടിനെയാണ് നമ്മൾ വോൾട്ടേജ് റെഗുലേറ്റർ എന്ന് പറയുന്നത്. സോ വോൾട്ടേജ് റെഗുലേറ്ററിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് സെനർ ഡയോഡാണ്. സോ സെനർ ഡയോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ബ്രേക്ക് ഡൗൺ റീജിയനിലാണ് നമ്മൾ സെനർ ഡയോഡ് യൂസ് ചെയ്യുന്നത്. സോ റിവേഴ്സ് ബയസിൽ ബ്രേക്ക് ഡൗൺ റീജിയനിൽ നമ്മൾ സെനർ ഡയോഡ് യൂസ് ചെയ്യുന്നു. സോ നമുക്ക് ഈ ഒരു സർക്യൂട്ട് നോക്കാം. വോൾട്ടേജ് റെഗുലേറ്ററിൻ്റെ സർക്യൂട്ട് എന്താണെന്നുള്ളത് ചെക്ക് ചെയ്യാം. സോ ഈ സർക്യൂട്ടിൽ നമ്മൾ അൺറെഗുലേറ്റഡ് ഇൻപുട്ടാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അൺറെഗുലേറ്റഡ് ഇൻപുട്ടാണ്. സോ ഈ ഒരു സർക്യൂട്ട് അൺറെഗുലേറ്റഡ് ഇൻപുട്ടിനെ റെഗുലേറ്റഡ് ഔട്ട്പുട്ടായിട്ട് കൺവേർട്ട് ചെയ്യാണ്. വോൾട്ടേജ് റെഗുലേഷനാണ് ചെയ്യുന്നത്. സർക്യൂട്ട് കമ്പോണൻസ് RS, സീരീസ് പാത്തിൽ വരുന്ന റെസിസ്റ്റൻസ് ആണ് RS. RSലൂടെ ഫ്ലോ ചെയ്യുന്ന കറന്റ് ആണ് സീരീസ് കറന്റ് IS. ഇനി നമുക്കുള്ളത് ഒരു സെനർ ഡയോഡാണ്. സെനർ ഡയോഡ് റിവേഴ്സ് ബയസ് കണ്ടീഷനിലാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അതിന് അക്രോസ് ഉള്ള വോൾട്ടേജ് എന്ന് പറയുന്നത് സെനർ വോൾട്ടേജ് ആണ്. VZ എന്ന് പറയുന്നത് ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് ആണ്. ഇനി ഇതിലൂടെ കറന്റ് ഫ്ലോ ഉണ്ട്. റിവേഴ്സ് ബയസിലുള്ള കറന്റ് ഫ്ലോ ആയതുകൊണ്ട് കാഥോഡ് ടു ആനോഡ് ഡയറക്ഷനിലാണ് കറന്റ് ഫ്ലോ വരുന്നത്. സോ ആ കറന്റ് ആണ് സെനർ കറന്റ് IZ എന്ന് പറയുന്നത്. ഇനി ഇൻപുട്ട് കറന്റ് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നുണ്ട്. സെനർ കറന്റും റിമൈനിങ് കറന്റ് ലോഡിലൂടെയാണ് ഫ്ലോ ചെയ്യുന്നത്. സോ ഹിയർ ദർ ഈസ് ലോഡ് റെസിസ്റ്റൻസ് RL. ലോഡിലൂടെ ഫ്ലോ ചെയ്യുന്ന കറന്റ് ആണ് IL എന്ന് പറയുന്നത്. ഓക്കെ, ഇനി സെനർ ഡയോഡിൽ ബ്രേക്ക് ഡൗൺ നടക്കുകയാണ് ഇതിൽ ചെയ്യുന്നത്. ആ ബ്രേക്ക് ഡൗൺ കണ്ടീഷനിലാണ് നമുക്ക് ഔട്ട്പുട്ടിൽ എന്ത് കിട്ടുന്നത്? കോൺസ്റ്റന്റ് DC വോൾട്ടേജ് കിട്ടുന്നത്. സോ ഇവിടെ ഇൻപുട്ട് വോൾട്ടേജ് വേരിയബിൾ ആണ്, അതുപോലെ ലോഡ് വേരിയബിൾ ആണ്. ഇൻപുട്ട് വോൾട്ടേജ്, ലോഡ്. സോ ഈ 2 വേരിയേഷൻ വന്നാൽ നമുക്ക് ഔട്ട്പുട്ട് എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. സോ അതെങ്ങനെയാന്നുള്ളത് നോക്കാം. സോ ഇതിൽ ഇൻപുട്ട് കറന്റ് IS is equal to what? IZ പ്ലസ് IL നമുക്ക് എഴുതാം. KCL ഇക്വേഷൻ. ഇൻപുട്ട് കറന്റ് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യാണ്. IS is equal to IZ പ്ലസ് IL. അതാണ് KCL ഇക്വേഷൻ. ഇനി IS എന്ന് പറയുന്ന കറന്റ് RSലൂടെ ഫ്ലോ ചെയ്യുന്ന സമയത്ത് ഇവിടെയുള്ള ഡ്രോപ്പ് എന്ന് പറയുന്നത് ISRS ആണ്. സോ ഇൻപുട്ട് വോൾട്ടേജിൽ നിന്ന്
ISRS ഇവിടെ ഡ്രോപ്പായി, ബാക്കി നമുക്ക് സെനഡയോഡിന് അക്രോസ് കിട്ടുന്നു. സെനഡയോഡിന് അക്രോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോഡിന് അക്രോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഔട്ട്പുട്ട് വോൾട്ടേജ്. ഓക്കെ, സോ നമുക്ക് ആ ഒരു KVL ഇക്വേഷൻ ഒന്ന് നോക്കാം. സോ KVL ഇക്വേഷൻ എന്ന് പറയുന്നത് Vin is equal to ഇൻപുട്ട് വോൾട്ടേജ് Vin is equal to ISRS പ്ലസ് Vout. സോ നമുക്ക് Vout ആണ് വേണ്ടത്. സോ വാട്ട് ഈസ് Vout? സോ Vout is equal to Vin മൈനസ് ISRS. സോ Vout is equal to Vin മൈനസ് IS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ IZ പ്ലസ് IL ആണ് ഇൻറ്റു RS. ഈ ഒരു ഇക്വേഷൻ നിങ്ങൾ നോട്ട് ചെയ്യുക. ഈ ഒരു ഇക്വേഷനാണ് നമുക്ക് സെനഡയോഡ് യൂസിങ് ആസ് വോൾട്ടേജ് റെഗുലേറ്ററിൻ്റെ എക്സ്പ്ലനേഷന് വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമായി വരുന്ന ഇക്വേഷൻ ഇതാണ്. ഇനി ഇതിൻ്റെ എക്സ്പ്ലനേഷൻ നമ്മൾ എങ്ങനെ ചെയ്യുന്നത് വെച്ചാൽ ഇതിൻ്റെ ഇൻപുട്ട് വോൾട്ടേജോ ലോഡോ വാരി ചെയ്താലും ഔട്ട്പുട്ട് വോൾട്ടേജ് എന്തായിരിക്കും? ഫിക്സ്ഡ് ആയിരിക്കും. സോ ഫസ്റ്റ് കണ്ടീഷൻ ഞാൻ എടുക്കുകയാണ്. ഫസ്റ്റ് കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻപുട്ട് ഞാൻ ഫിക്സ്ഡ് ആക്കി വെച്ചു. ഇൻപുട്ട് എന്താണ്? ഫിക്സ്ഡ് ആണ്. ഇൻപുട്ട് ഫിക്സ്ഡ്. ലോഡ് എന്ത് ചെയ്യാണ്? ലോഡ് ഞാൻ വാരി ചെയ്യാണ്. സോ ലോഡ് എന്താണ്? വേരിയബിൾ ആണ്. സോ ലോഡ് ഈസ് വേരിയബിൾ. സോ ഇൻപുട്ട് ഫിക്സ്ഡ് ആണെങ്കിൽ ഇൻപുട്ടിൽ നിന്ന് വരുന്ന കറണ്ട് ISഉം എന്തായിരിക്കും? ISഉം ഫിക്സ്ഡ് ആയിരിക്കും. ലോഡ് വാരി ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോഡ് ഒന്നെങ്കിൽ ഇൻക്രീസ് ചെയ്യാം, അല്ലെങ്കിൽ ലോഡ് എന്ത് ചെയ്യാം? ഡിക്രീസ് ചെയ്യാം. ഈ രണ്ട് കണ്ടീഷനാണ് പോസിബിൾ ആയിട്ടുള്ളത്. സോ ലോഡ് ഇൻക്രീസ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോഡിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് എന്ത് ചെയ്യും? ഡിക്രീസ് ചെയ്യുന്നു. സോ ഇൻപുട്ടിൽ നിന്ന് വരുന്ന കറണ്ട് കോൺസ്റ്റന്റ് ആണ്, ഫിക്സ്ഡ് ആണ്. ലോഡ് കറണ്ട് കൂടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ലോഡ് കറണ്ട് കുറഞ്ഞു കഴിഞ്ഞാൽ RL ഇൻക്രീസ് ചെയ്യുമ്പോൾ ലോഡ് കറണ്ട് കുറയുന്നു. ലോഡ് കറണ്ട് കുറഞ്ഞു കഴിഞ്ഞാൽ സെനർ കറണ്ട് എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. ബിക്കോസ് IS ഈസ് ഫിക്സ്ഡ്. സോ അതിനെ ഫിക്സ്ഡ് ആക്കാൻ വേണ്ടി ലോഡിൽ വരുന്ന റിഡക്ഷൻ എവിടെ കോമ്പൻസേറ്റ് ചെയ്യും? സെനർ കറണ്ടിൽ കോമ്പൻസേറ്റ് ചെയ്യും. സോ Vin ഫിക്സ്ഡ് ആണ്, ഈ സമ്മും ഫിക്സ്ഡ് ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ Vout എന്താണ്? ഫിക്സ്ഡ് ആണ്. ഔട്ട്പുട്ട് വോൾട്ടേജ് ഫിക്സ്ഡ് ആണ്. ഇനി RL കുറയുകയാണെന്നുണ്ടെങ്കിൽ IL എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. IL ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ IZ എന്ത് ചെയ്യും? ഡിക്രീസ് ചെയ്യും. സോ IL പ്ലസ് IZ സമ്മ് എന്തായിരിക്കും? ഫിക്സ്ഡ് ആയിരിക്കും. ആ സമയത്തും ഔട്ട്പുട്ട് എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. സോ ലോഡിൽ വേരിയേഷൻ വന്നാൽ ഔട്ട്പുട്ടിൽ ചേഞ്ച് ഒന്നും വരുന്നില്ല. സോ നമ്മൾ ഒരു കണ്ടീഷൻ എന്ത് ചെയ്തു? വെരിഫൈ ചെയ്തു. ഇനി രണ്ടാമത്തെ കണ്ടീഷൻ നോക്കാം. സോ സെക്കൻഡ് കണ്ടീഷൻ എന്ന് പറയുന്നത് നമ്മൾ ലോഡ് ഫിക്സ്ഡ് ആക്കി വെച്ചിട്ട് ഇൻപുട്ട് വോൾട്ടേജ് വേരി ചെയ്യാണ്. സോ സെക്കൻഡ് കണ്ടീഷൻ എന്ന് പറയുന്നത് ലോഡ് എന്താണ്? ഫിക്സ്ഡ് ആണ്. സോ ലോഡ് ഈസ് ഫിക്സ്ഡ്. ഇൻപുട്ട് എന്ന് പറയുന്നത് എന്താണ്? വാരി ചെയ്യാണ്. ഇൻപുട്ട് നമ്മൾ വാരി ചെയ്യാണ്. സോ ലോഡ് ഫിക്സ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചേഞ്ച് ഒന്നും വരുന്നില്ല, ഇൻപുട്ട് വാരി ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ഇൻപുട്ട് വേരിയേഷൻ, ഇൻപുട്ട് ഒന്നെങ്കിൽ ഇൻക്രീസ് ചെയ്യാം അല്ലെങ്കിൽ ഇൻപുട്ട് എന്ത് ചെയ്യാം? ഡിക്രീസ് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് കേസിൽ ഞാൻ ഇൻപുട്ട് ഇൻക്രീസ് ചെയ്യാണ്. ഇൻപുട്ട് ഇൻക്രീസ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ IS എന്ന് പറയുന്ന ഇൻപുട്ട് കറണ്ട് എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. അപ്പോൾ IS ഇൻക്രീസ് ചെയ്യാം. അപ്പോൾ സോ നമ്മുടെ അടുത്ത് ഔട്ട്പുട്ട് വോൾട്ടേജിനുള്ള എക്സ്പ്രഷൻ ഉണ്ട്. ഔട്ട്പുട്ട് വോൾട്ടേജ് Vout is equal to Vin മൈനസ് IS ഇൻറ്റു RS. സോ ഇൻപുട്ട് നമ്മൾ ഇൻക്രീസ് ചെയ്തു. സോ പ്രപ്പോർഷണലി ISഉം ഇൻക്രീസ് ചെയ്തു. സോ രണ്ടും ഇൻക്രീസ് ചെയ്യുന്നത് കൊണ്ട് നെറ്റ് ഡിഫറൻസ് എടുക്കുമ്പോൾ ഔട്ട്പുട്ട് എന്തായിരിക്കും? ഫിക്സ്ഡ് ആയിരിക്കും. ഔട്ട്പുട്ട് ഫിക്സ്ഡ് ആയിരിക്കും. ഇനി Vin ഞാൻ ഡിക്രീസ് ചെയ്തു. Vin ഡിക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ISന്റെ വാല്യൂ ഡിക്രീസ് ആവും. സോ Vin ഡിക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ISഉം ഡിക്രീസ് ചെയ്തു. സോ ഒരേ പ്രപ്പോർഷണൽ ആയതുകൊണ്ട് നെറ്റ് ഡിഫറൻസ് എടുക്കുമ്പോൾ എഗെയിൻ നമ്മുടെ Vout എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. ഓക്കെ, സോ Vout ഈസ് കോൺസ്റ്റന്റ് ഇറസ്പെക്റ്റീവ് ഓഫ് ദി വേരിയേഷൻ ഇൻ ഇൻപുട്ട് വോൾട്ടേജ് ആൻഡ് ലോഡ്. സോ അതാണ് നമ്മുടെ വോൾട്ടേജ് റെഗുലേറ്ററിന്റെ ഡെഫിനിഷൻ. സോ ആ ഡെഫിനിഷൻ ഇവിടെ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി ഇൻപുട്ട് കറണ്ട് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു. സോ ഞാൻ ISനുള്ള എക്സ്പ്രഷൻ എഴുതുകയാണ്. IZ
പ്ലസ് ഐ എൽ ആണ്. സോ ഐ എൽ മിനിമം ആവുന്ന സമയത്ത്, ലോഡ് കറണ്ട് മിനിമം ആവുന്ന സമയത്ത് ടോട്ടൽ കറണ്ട് കോൺസ്റ്റന്റ് ആക്കാൻ വേണ്ടി സെനർ കറണ്ട് എന്ത് ചെയ്യാണ്, കൂടുകയാണ് ചെയ്യുന്നത്. സോ ഐ എൽ മിനിമം ആവുന്ന സമയത്ത് ഐ സെഡ് എന്താണ്, മാക്സിമം ആണ്. സോ KCL ഇക്വേഷൻ എനിക്ക് ഇങ്ങനെ എഴുതാം, ഐ എസ് is equal to ഐ എൽ മിനിമം പ്ലസ് ഐ സെഡ് മാക്സ് എന്ന് പറഞ്ഞ് എഴുതാം. ഇനി ഇതേ ഇക്വേഷൻ ഞാൻ ഒന്നും കൂടെ റീഅറേഞ്ച് ചെയ്ത് എഴുതുകയാണ്. ഐ എസ് is equal to ഐ എൽ മാക്സിമം ആവുന്ന സമയത്ത് ഐ എൽ മാക്സിമം ആവുന്ന സമയത്ത് ഐ സെഡ് എന്തായിരിക്കും, ഐ സെഡ് മിനിമം ആയിരിക്കും. ഇപ്പൊ രണ്ട് രീതിയിൽ എനിക്ക് ടോട്ടൽ കറണ്ട് ഐ എസിനെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. ഒന്ന് മിനിമം ആവുമ്പോൾ സെക്കൻഡ് വൺ എന്ത് ചെയ്യും, മാക്സിമം ആവും. ടോട്ടൽ കറണ്ട് ആ സം എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, കോൺസ്റ്റന്റ് ആക്കാൻ വേണ്ടിയിട്ട്. ഇനി ഐ സെഡ് മിനിമത്തെ നമ്മൾ വിളിക്കുന്ന പേര് നീ കറണ്ട് എന്നാണ് വിളിക്കുന്നത്. സോ നീ കറണ്ട് ആണ് ചിലപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിൽ ഡാറ്റ എങ്ങനെയാണ് തരിക, നീ കറണ്ട് is equal to 5 മില്ലി ആംപിയർ. സോ നീ കറണ്ട് എന്താണെന്നുള്ളത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഐ സെഡ് മിനിമത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്, നീ കറണ്ട് എന്ന് പറയുന്നത്. സോ ഇപ്പോൾ നമ്മൾ ഈ പഠിച്ചിരിക്കുന്ന എക്സ്പ്രഷൻസ് വെച്ചിട്ട് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഈ വോൾട്ടേജ് റെഗുലേറ്റർ എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. സോ ഇതാണ് ഫസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ആപ്ലിക്കേഷൻ ഓഫ് ഡയോഡ്, ദാറ്റ് ഈസ് വോൾട്ടേജ് റെഗുലേറ്റർ. ഇനി നമ്മൾ സെക്കൻഡ് ആപ്ലിക്കേഷൻ നോക്കുകയാണ്. സോ സെക്കൻഡ് ആപ്ലിക്കേഷൻ ഈസ് ക്ലിപ്പർ. സോ എന്താണ് ക്ലിപ്പർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേവ് ഷേപ്പിംഗ് സർക്യൂട്ട് ആണ്. സോ ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ഡയോഡ് ലിമിറ്റർ. ഇതിനെ നമ്മൾ വിളിക്കുന്ന വേറൊരു പേരെന്താണ്, ഡയോഡ് ലിമിറ്റർ. സോ ഈസ് എ വേവ് ഷേപ്പിംഗ് സർക്യൂട്ട് ദാറ്റ് ടേക്സ് ആൻ ഇൻപുട്ട് വേവ് and clips or cut off its top half or bottom half or both halves together. രണ്ട് സൈഡും കട്ട് ചെയ്യാം, അല്ലെങ്കിൽ ടോപ്പ് സൈഡ് അല്ലെങ്കിൽ ബോട്ടം സൈഡ്. സോ വേവ് ഫോമിന്റെ ഏതെങ്കിലും സൈഡ് കട്ട് ചെയ്ത് കളയാൻ, ക്ലിപ്പ് ചെയ്ത് കളയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ക്ലിപ്പർ യൂസ് ചെയ്യുന്നത്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ക്ലിപ്പറിൽ നമുക്ക് ഡയോഡിന്റെ കൂടെ വേണ്ട കമ്പോണന്റ് ഏതാണ്, റെസിസ്റ്റർ കമ്പോണന്റ് ആണ് നമുക്ക് ഡയോഡിന്റെ കൂടെ വേണ്ടത്. സോ ക്ലിപ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും സിമ്പിൾ ആയിട്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും, ക്ലിപ്പർ ഈസ് എ ഡയോഡ് പ്ലസ് റെസിസ്റ്റർ സർക്യൂട്ട്. ഇനി ക്ലിപ്പറിനെ നമ്മൾ രണ്ട് കാറ്റഗറി ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, സീരീസ് ക്ലിപ്പർ, ഷണ്ട് ക്ലിപ്പർ. സോ വി ആർ ഡിവൈഡിങ് ദ ക്ലിപ്പർ ഇൻ ടു ടു കാറ്റഗറീസ്, സീരീസ് ക്ലിപ്പർ ആൻഡ് ഷണ്ട് ക്ലിപ്പർ. പേരിൽ തന്നെ ഉണ്ട്. ഡയോഡിന്റെ പൊസിഷൻ നോക്കിയിട്ടാണ് നമ്മൾ സീരീസ് ക്ലിപ്പർ ആണോ ഷണ്ട് ക്ലിപ്പർ ആണോ എന്നുള്ളത് ഡിസൈഡ് ചെയ്യുന്നത്. സോ ഡയോഡ് സീരീസ് പാത്തിലാണെങ്കിൽ, ഇൻപുട്ടിലെ സീരീസ് പാത്തിലാണെങ്കിൽ ഇറ്റ് ഈസ് കോൾഡ് സീരീസ് ക്ലിപ്പർ. ഇനി ഡയോഡ് പാരലൽ പാത്ത് അല്ലെങ്കിൽ ഷണ്ട് പാത്തിലാണെങ്കിൽ ക്ലിപ്പറിനെ നമ്മൾ ഷണ്ട് ക്ലിപ്പർ എന്നാണ് പറയുന്നത്. സോ ഇൻ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ അത് എന്താണെന്നുള്ളത് നോക്കാം. സോ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സീരീസ് ക്ലിപ്പർ ആണ്. സോ സീരീസ് ക്ലിപ്പർ ആ പേരിൽ തന്നെ ഉണ്ട്, ഡയോഡ് സീരീസ് പാത്തിലായിരിക്കും. സോ നമുക്കൊരു ചെറിയൊരു എക്സാമ്പിൾ നോക്കാം. ഇവിടെ ഡയോഡ് കണക്ട് ചെയ്തിരിക്കുന്നത് സീരീസ് പാത്തിലാണ്. ഇനി ഡയോഡിന്റെ കൂടെ റെസിസ്റ്റൻസും ഉണ്ട്. സോ ഇതൊരു ക്ലിപ്പർ സർക്യൂട്ടാന്നുള്ളത് നമുക്കറിയാം. ഇനി സർക്യൂട്ട് എങ്ങനെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യും? ഏറ്റവും സിമ്പിളായിട്ട് നമുക്കിത് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാം? ഇൻപുട്ടിൽ നമ്മളൊരു സൈനസോയിഡൽ വേവ് ഫോം, ഒരു സൈൻ വേവ് ഇൻപുട്ടിൽ ഞാൻ കൊടുത്തു. സോ ഇൻപുട്ടിന്റെ പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ ഡയോഡ് എന്താവും, ഫോർവേഡ് ബയസ് ആവും. സോ ഡയോഡ് ഫോർവേഡ് ബയസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയോഡ് ഷോർട്ട് ആവും. ഡയോഡ് ഷോർട്ട് ആയി കഴിഞ്ഞാൽ ഇൻപുട്ട് നേരെ ഈ ലോഡിന് അക്രോസ് നമുക്ക് കിട്ടും. സോ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ നമുക്ക് ഔട്ട്പുട്ടിൽ കിട്ടും അല്ലേ, പോസിറ്റീവ് ഹാഫ് സൈക്കിൾ നമുക്ക് ഔട്ട്പുട്ടിൽ കിട്ടും. ഇനി ഇൻപുട്ടിന്റെ നെഗറ്റീവ് ഹാഫ് സൈക്കിൾ നോക്കുക. നെഗറ്റീവ് ഹാഫ് സൈക്കിളിൽ ഈ ഡയോഡ് എന്തായിരിക്കും, ഡയോഡ് റിവേഴ്സ് ബയസ് ആയിരിക്കും. സോ ഡയോഡ് റിവേഴ്സ് ബയസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് റീപ്ലേസ് ചെയ്തിട്ട് എന്ത് ചെയ്യാം, ഓപ്പൺ സർക്യൂട്ടായി വെക്കാം. ഓപ്പൺ സർക്യൂട്ടാണ് ഡയോഡ് എങ്കിൽ ഇൻപുട്ടിൽ നിന്ന് ഔട്ട്പുട്ടിലേക്ക് കറണ്ട് ഫ്ലോ ഒന്നുമില്ല, ഔട്ട്പുട്ട് എന്തായിരിക്കും, 0 ആയിരിക്കും. സോ ഏത് സൈഡിനെ ക്ലിപ്പ് ചെയ്യുന്നത്, നെഗറ്റീവ് സൈഡിനെയാണ് ക്ലിപ്പ് ചെയ്യുന്നത്, പോസിറ്റീവ് സൈഡിനെ പാസ് ചെയ്യുന്നു. സോ നെഗറ്റീവ് സൈഡിനെ ക്ലിപ്പ് ചെയ്യുന്നതുകൊണ്ട് ഇതിനെ നെഗറ്റീവ് സീരീസ് ക്ലിപ്പർ എന്നാണ് പറയുന്നത്. നെഗറ്റീവ് സീരീസ് ക്ലിപ്പർ എന്നാണ് നമ്മൾ ഇതിനെ പറയുന്നത്. പോസിറ്റീവ് സൈഡ് മാത്രം നമുക്ക് ഔട്ട്പുട്ടിൽ കിട്ടും. സോ ഡയോഡിന്റെ ഫോർവേഡ് ബയസ് റിവേഴ്സ് ബയസ് കണ്ടീഷൻ നോക്കിയിട്ട് നമുക്ക് ഔട്ട്പുട്ട് വേവ് ഫോമിന്റെ ഷേപ്പ് വരയ്ക്കാം.
പക്ഷെ ഞാൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് ഒരു ജനറൽ പ്രൊസീജിയറാണ്. ഏതൊരു ടൈപ്പ് സർക്യൂട്ട് സീരീസ് ക്ലിപ്പറിൽ നിങ്ങൾക്ക് തന്നാലും ഔട്ട്പുട്ട് വേവ് ഫോം വരയ്ക്കാനുള്ള ഒരു ജനറൽ പ്രൊസീജിയർ. സോ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഗേറ്റിനെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കൺസെപ്റ്റാണ് ഞാൻ പറയാൻ പോകുന്നത്. സോ ഹൗ ടു ഡ്രോ ദി ഔട്ട്പുട്ട് വേവ് ഫോം ഇൻ സീരീസ് ക്ലിപ്പർ, അതാണ് ഞാൻ പറയാൻ പോകുന്നത്. സോ അതിൽ കുറച്ച് സ്റ്റെപ്പുകളുണ്ട്, നിങ്ങൾ കറക്റ്റ് ആ സ്റ്റെപ്പുകൾ ഫോളോ ചെയ്യുക. സോ നമുക്ക് ആ സ്റ്റെപ്പ് എന്താണെന്നുള്ളത് നോക്കാം. ഫസ്റ്റ് സ്റ്റെപ്പ്, ഹൗ ടു ഡ്രോ ദി ഔട്ട്പുട്ട് വേവ് ഫോം ഇൻ സീരീസ് ക്ലിപ്പർ. സോ ഫസ്റ്റ് സ്റ്റെപ്പ് നിങ്ങൾ ചെയ്യേണ്ടത് മാർക്ക് എ വോൾട്ടേജ് VA. മാർക്ക് എ വോൾട്ടേജ് VA. എവിടെ മാർക്ക് ചെയ്യണം? ടു ദ ലെഫ്റ്റ് സൈഡ് ഓഫ് ദി ഡയോഡ്. ഡയോഡിൻ്റെ ലെഫ്റ്റ് സൈഡ് മാർക്ക് ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഡയോഡ്. ഡയോഡിൻ്റെ ലെഫ്റ്റ് സൈഡ് VA എന്ന് പറയുന്ന വോൾട്ടേജ് മാർക്ക് ചെയ്യുക വിത്ത് പോസിറ്റീവ് പൊളാരിറ്റി അറ്റ് അപ്പർ സൈഡ് ആൻഡ് നെഗറ്റീവ് പൊളാരിറ്റി അറ്റ് ലോവർ സൈഡ്. അപ്പോൾ VA എന്ന് പറയുന്ന ഒരു വോൾട്ടേജ് നിങ്ങൾ മാർക്ക് ചെയ്യുക, പോസിറ്റീവ് പൊളാരിറ്റി അറ്റ് അപ്പർ സൈഡ്, നെഗറ്റീവ് പൊളാരിറ്റി അറ്റ് ലോവർ സൈഡ്. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. സോ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? മാർക്ക് എ വോൾട്ടേജ് VA വിത്ത് പോസിറ്റീവ് പൊളാരിറ്റി അറ്റ് അപ്പർ സൈഡ് ആൻഡ് നെഗറ്റീവ് പൊളാരിറ്റി അറ്റ് ലോവർ സൈഡ്. സോ ഫസ്റ്റ് സ്റ്റെപ്പ് ഞാൻ ഒന്ന് ബ്രീഫായിട്ട് ഇവിടെ എഴുതാം. VA എന്ന് പറയുന്ന വോൾട്ടേജ് മാർക്ക് ചെയ്യലാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. രണ്ടാമത്തെ സ്റ്റെപ്പ്, ഡയോഡിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ഒരു ലൂപ്പ് കൺസിഡർ ചെയ്യുക. ആ ലൂപ്പിൽ നിങ്ങൾ KVL അപ്ലൈ ചെയ്യുക. ഡയോഡിൻ്റെ തൊട്ട് ലെഫ്റ്റ് സൈഡിലുള്ള ലൂപ്പിൽ നിങ്ങൾ KVL അപ്ലൈ ചെയ്യുക. സോ സെക്കൻഡ് സ്റ്റെപ്പ് എന്താണ്? അപ്ലൈ KVL അറ്റ് ദി ഇൻപുട്ട് സൈഡ്. KVL അപ്ലൈ ചെയ്യുക. സോ നമുക്ക് KVL ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. സോ ഇൻപുട്ട് വോൾട്ടേജ് ഇവിടെ ഉണ്ട്. സോ ദിസ് ഈസ് അവർ ഇൻപുട്ട് Vin. സോ മൈനസ് പ്ലസ് പ്ലസ് മൈനസ്, ഈ ഒരു ലൂപ്പിൽ ഈ രണ്ട് വോൾട്ടേജ് ആണ് ഉള്ളത്. സോ KVL അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ മൈനസ് Vin പ്ലസ് VA ഈക്വൽ ടു 0. സോ മൈനസ് Vin പ്ലസ് VA ഈക്വൽ ടു 0. സോ ഈ KVL നമ്മൾ അപ്ലൈ ചെയ്യുന്നത് വി ഹാവ് ടു ഫൈൻഡ് VA. സോ VA കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ KVL അപ്ലൈ ചെയ്യുന്നത്. സോ ബൈ KVL വാട്ട് ഈസ് VA? സോ VA ഈസ് നത്തിങ് ബട്ട് Vin. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് VAയുടെ വേവ് ഫോം വരയ്ക്കുക. VA എന്താണ്? Vin ആണ്. സോ VAയുടെ വേവ് ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ Vinൻ്റെ വേവ് ഫോം തന്നെയാണ്. ഇത് തന്നെയാണ് VAയുടെ വേവ് ഫോം. ഇനി മൂന്നാമത്തെ സ്റ്റെപ്പ്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തേർഡ് സ്റ്റെപ്പാണ് പറയാൻ പോകുന്നത്. തേർഡ് സ്റ്റെപ്പിൽ നിങ്ങൾ നോക്കേണ്ടത് ഇതാണ് നമ്മുടെ VA എന്ന് പറയുന്ന വോൾട്ടേജ്. സോ തേർഡ് സ്റ്റെപ്പിൽ ഇഫ് ദ പോസിറ്റീവ് പൊളാരിറ്റി ഓഫ് VAയുടെ പോസിറ്റീവ് പൊളാരിറ്റി ഇഫ് ഇറ്റ് ഈസ് കണക്റ്റഡ് ടു ദി P റീജിയൺ ഓഫ് ദി ഡയോഡ്, ഇതാണ് നമ്മുടെ PN ജംഗ്ഷൻ ഡയോഡ്. സോ ഇഫ് ദ പോസിറ്റീവ് പൊളാരിറ്റി ഓഫ് VA ഈസ് കണക്റ്റഡ് ടു ദി P സൈഡ്, ആനോഡ് സൈഡ് ഓഫ് ദി ഡയോഡ്, അങ്ങനെയാണെങ്കിൽ ഔട്ട്പുട്ട് വോൾട്ടേജ് ഈസ് ദി പോസിറ്റീവ് പോർഷൻ ഓഫ് VA. If the positive polarity of VA is connected to the P side of the diode or anode side of the diode, then the output voltage is the output voltage എന്ന് പറയുന്നത് എന്താണ്? Output voltage is the positive portion of output voltage is the positive portion of VA. Output voltage is the positive portion of VA. അങ്ങനെയാണോ നമ്മുടെ ആനോഡ് വോൾട്ടേജ് അല്ലെങ്കിൽ ആനോഡ് VAയുടെ പോസിറ്റീവ് പൊളാരിറ്റി ആയിട്ടാണോ കണക്ട് ചെയ്തിരിക്കുന്നത്? സർക്യൂട്ട് ഡയഗ്രം നോക്കിക്കേ, അങ്ങനെ തന്നെയാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഔട്ട്പുട്ട് വോൾട്ടേജ് എന്താണ്? പോസിറ്റീവ് പോർഷൻ ഓഫ് VA. അപ്പോൾ VAയുടെ പോസിറ്റീവ് പോർഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ VA. VA ഈസ് ഈക്വൽ ടു Vin ആണ്, അതുകൊണ്ട് ഇതാണ് VA. സോ VAയുടെ പോസിറ്റീവ് പോർഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഔട്ട്പുട്ട് വോൾട്ടേജ് ഇസ് ദി പോസിറ്റീവ് പോർഷൻ ഓഫ് VA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പർ സൈഡ് മാത്രമല്ലേ നമുക്ക് കിട്ടൂ? ഔട്ട്പുട്ട് വോൾട്ടേജ് അപ്പർ സൈഡ് മാത്രമല്ലേ? അങ്ങനെ തന്നെയല്ലേ ഇവിടെ കിട്ടിയിരിക്കുന്നത്? അപ്പർ സൈഡ് മാത്രമല്ലേ നമ്മുടെ ഔട്ട്പുട്ട് വോൾട്ടേജ്? സോ തേർഡ് സ്റ്റെപ്പ് അനുസരിച്ച് നമുക്ക് ഔട്ട്പുട്ട് വോൾട്ടേജിൻ്റെ ഷേപ്പ് കിട്ടി. ഇനി ഇതിൻ്റെ നേരെ റിവേഴ്സ് കേസും വരാമല്ലോ. അതായത് പോസിറ്റീവ് പൊളാരിറ്റി, ഇപ്പോൾ ഈ ഡയോഡ് നേരെ തിരിച്ചാണ് വെച്ചിരിക്കുന്നത് വിചാരിക്കാം. ഡയോഡ് നേരെ തിരിച്ചാണ് വെച്ചിരിക്കുന്നത് എങ്കിൽ പോസിറ്റീവ് പൊളാരിറ്റി ഓഫ് VA ഈസ് കണക്റ്റഡ് ടു കാഥോഡ് ആണെങ്കിൽ, പോസിറ്റീവ് പൊളാരിറ്റി ഓഫ് VA ഇസ് കണക്റ്റഡ് ടു കാഥോഡ് അല്ലെങ്കിൽ N ടൈപ്പ്, N-ആയിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത് എങ്കിൽ ഔട്ട്പുട്ട് വോൾട്ടേജ് എന്തായിരിക്കും? പോസിറ്റീവ് പോർഷന് പകരം എന്തായിരിക്കും? നെഗറ്റീവ് പോർഷൻ ആയിരിക്കും. നെഗറ്റീവ് പോർഷൻ ഓഫ് VA ആയിരിക്കും.
ഓക്കെ, സോ ഈ ഒരു പ്രൊസീജിയറാണ് നിങ്ങൾ ഏറ്റവും സിമ്പിളായിട്ട് ഫോളോ ചെയ്യേണ്ടത്. സോ ഏതൊരു ക്ലിപ്പറിലും സീരീസ് ക്ലിപ്പറിലും നിങ്ങൾക്ക് ഇത് അപ്ലൈ ചെയ്യാം. ഇത് അൺബയാസ്ഡ് സീരീസ് ക്ലിപ്പറാണ്. ഇനി ബയാസ്ഡ് ആണെങ്കിൽ പോലും വോൾട്ടേജ് സോഴ്സ് ഉണ്ടെങ്കിൽ ആ വോൾട്ടേജ് സോഴ്സിൻ്റെ വാല്യൂയും കൂടെ നിങ്ങൾക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു പ്രൊസീജിയർ വെച്ചിട്ട് വേവ് ഫോം വരയ്ക്കാം. സോ ദിസ് ഈസ് നെഗറ്റീവ് സീരീസ് ക്ലിപ്പർ. നെഗറ്റീവ് പോർഷനാണ് ഇവിടെ നമുക്ക് എന്ത് ചെയ്യുന്നത്, ക്ലിപ്പായി പോകുന്നത്. ഓക്കെ, ഇനി നമ്മൾ സീരീസ് ക്ലിപ്പറിൽ തന്നെ ഡയോഡിൻ്റെ പൊസിഷൻ ഞാനൊന്ന് ഇൻ്റർചേഞ്ച് ചെയ്തു. ഇതേ ഒരു അനാലിസിസ് പ്രൊസീജിയർ വെച്ചിട്ട് നമുക്കൊന്ന് ചെയ്ത് നോക്കാം, ഔട്ട്പുട്ട് എന്താ കിട്ടുന്നത് നോക്കാം. സോ ഫസ്റ്റ് സ്റ്റെപ്പ് എന്തായിരുന്നു, മാർക്ക് എ വോൾട്ടേജ് ടു ദി ലെഫ്റ്റ് സൈഡ് ഓഫ് ദി ഡയോഡ്. Mark a voltage VA to the left side of the diode with the positive polarity at upper side and negative polarity at lower side. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താണ്, അപ്ലൈ KVL in the loop. So KVL അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ again minus Vin plus VA equal to 0. സോ KVL അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് VA is equal to Vin കിട്ടും. സോ VAയുടെ വേവ് ഫോം എന്താണ്, Vinൻ്റെ വേവ് ഫോം തന്നെയാണ് VAയുടെ വേവ് ഫോം, ഇൻപുട്ട് വേവ് ഫോം തന്നെയാണ് VAയുടെ വേവ് ഫോം. ഇനി തേർഡ് സ്റ്റെപ്പ് ഇവിടെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല, കാരണം പോസിറ്റീവ് പൊളാരിറ്റി ഓഫ് VA ഈസ് കണക്റ്റഡ് ടു N ആണ്, കാഥോഡാണ്. സോ ഔട്ട്പുട്ട് ഈസ് വാട്ട്, നെഗറ്റീവ് പോർഷൻ ഓഫ് VA ആണ്, നെഗറ്റീവ് പോർഷൻ ഓഫ് VA. സോ നെഗറ്റീവ് പോർഷൻ ഓഫ് VA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏത് ഹാഫ് സൈക്കിളാണ് കിട്ടുക, നെഗറ്റീവ് ഹാഫ് സൈക്കിളാണ് കിട്ടുക. പോസിറ്റീവ് ഹാഫ് സൈക്കിൾ നമുക്ക് എന്ത് ചെയ്യും, ക്ലിപ്പ് ആവും. സോ ഔട്ട്പുട്ട് വേവ് ഫോം നോക്കിയേ, പോസിറ്റീവ് ഹാഫ് സൈക്കിൾ നമുക്ക് ക്ലിപ്പായി, നമുക്ക് കിട്ടുന്നത് നെഗറ്റീവ് ഹാഫ് സൈക്കിളാണ്. സോ ഈ ഒരു പ്രൊസീജിയർ നിങ്ങൾക്ക് ഏത് ടൈപ്പ് സീരീസ് ക്ലിപ്പറിലും അപ്ലൈ ചെയ്യാൻ പറ്റും. സോ നെക്സ്റ്റ് ക്ലിപ്പർ, സീരീസ് ക്ലിപ്പർ കഴിഞ്ഞാൽ നെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് ഷണ്ട് ക്ലിപ്പറാണ്. സോ ഷണ്ട് ക്ലിപ്പറും സീരീസ് ക്ലിപ്പറും തമ്മിലുള്ള വ്യത്യാസം എന്താണ്, ഡയോഡിൻ്റെ പൊസിഷൻ. സോ ഷണ്ട് ക്ലിപ്പറിൽ ഡയോഡ് ഷണ്ട് പാത്തിലായിരിക്കും, പാരലൽ പാത്ത്, ഔട്ട്പുട്ടിന് പാരലൽ ആയിട്ടായിരിക്കും നമ്മൾ ഡയോഡ് കണക്ട് ചെയ്തിരിക്കുന്നത്. സോ റെസിസ്റ്റൻസിൻ്റെ പൊസിഷൻ ഷിഫ്റ്റ് ചെയ്തു. സോ റെസിസ്റ്റൻസ് ഡയോഡ് പൊസിഷൻ ഇൻ്റർചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ഷണ്ട് ക്ലിപ്പർ കിട്ടും. ഇപ്പോൾ ഞാൻ നേരത്തെ ഒരു പ്രൊസീജിയർ പറഞ്ഞു, ആ പ്രൊസീജിയർ നിങ്ങൾ എല്ലാ ക്ലിപ്പറിനും അപ്ലൈ ചെയ്യരുത്, സീരീസ് ക്ലിപ്പറിന് മാത്രമേ നിങ്ങളത് അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ. ഷണ്ട് ക്ലിപ്പറിന് നമ്മൾ ആ പ്രൊസീജിയർ അല്ല യൂസ് ചെയ്യുന്നത്, വേറൊരു പ്രൊസീജിയറാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഏറ്റവും ബേസിക് ആയിട്ട് ഈ ഒരു ഡയഗ്രാം ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം, ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നോക്കാം. സോ ഇതാണ് നമ്മുടെ ഇൻപുട്ട് വേവ് ഫോം. സോ ഇൻപുട്ട് വേവ് ഫോമിൻ്റെ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ ഞാൻ എടുത്തു. ഇൻപുട്ട് വേവ് ഫോമിൻ്റെ പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ ഈ ഡയോഡ് എന്തായിരിക്കും, ഫോർവേഡ് ബയസ് ആയിരിക്കും. സോ ഡയോഡ് ഫോർവേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയോഡിനെ നമുക്ക് റീപ്ലേസ് ചെയ്ത് എന്ത് ചെയ്യാം, ഷോർട്ട് സർക്യൂട്ട് ചെയ്യാം. സോ ഡയോഡ് ഷോർട്ട് ആണെങ്കിൽ ഔട്ട്പുട്ട് വോൾട്ടേജ് എന്തായിരിക്കും, 0 ആയിരിക്കും, ഔട്ട്പുട്ട് വോൾട്ടേജ് 0. സോ പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ ഔട്ട്പുട്ട് എന്താണ്, 0 ആണ്. ഇനി നെഗറ്റീവ് ഹാഫ് സൈക്കിളിൽ ഡയോഡ് ഏത് ബയാസ് ആയിരിക്കും, റിവേഴ്സ് ബയസ് ആയിരിക്കും ഡയോഡ്. സോ ഡയോഡ് റിവേഴ്സ് ബയസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഡയോഡിനെ റീപ്ലേസ് ചെയ്ത് ഓപ്പൺ സർക്യൂട്ട് ആക്കാം. സോ ഡയോഡ് ഓപ്പൺ സർക്യൂട്ട് ആയി കഴിഞ്ഞാൽ പിന്നെ ഈ ഒരു ലൂപ്പിൽ കറണ്ട് ഫ്ലോ ഒന്നുമില്ല, ഈ റെസിസ്റ്റൻസിന് അക്രോസ് ഡ്രോപ്പ് ഒന്നുമില്ല. ഇൻപുട്ട് വോൾട്ടേജ് എന്താണോ ആ വോൾട്ടേജ് നമുക്ക് ഔട്ട്പുട്ടിൽ കിട്ടും. സോ ഈ നെഗറ്റീവ് ഹാഫ് സൈക്കിൾ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് എവിടെ കിട്ടും, ഔട്ട്പുട്ടിൽ കിട്ടും. സോ നെഗറ്റീവ് ഹാഫ് സൈക്കിൾ കിട്ടുന്നുണ്ട്, പോസിറ്റീവ് ഹാഫ് സൈക്കിൾ ക്ലിപ്പ് ചെയ്യാണ് ചെയ്യുന്നത്. സോ ദിസ് ഈസ് ഷണ്ട് പോസിറ്റീവ് ക്ലിപ്പർ, പോസിറ്റീവ് സൈഡാണ് ഇതിൽ ക്ലിപ്പ് ചെയ്ത് പോകുന്നത്. ഓക്കെ, സോ ഈ ഒരു മെത്തേഡിൽ നമുക്ക് ഡയോഡിൻ്റെ ഫോർവേഡ് ബയസ് റിവേഴ്സ് ബയസ് നോക്കിയിട്ട് വേവ് ഫോം വരയ്ക്കാം. എന്നിരുന്നാലും നമ്മളൊരു ജനറൽ പ്രൊസീജിയർ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ആ പ്രൊസീജിയർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏതൊരു സർക്യൂട്ടും ഈസി ആയിട്ട് വർക്കൗട്ട് ചെയ്യാൻ പറ്റും. സോ ആ പ്രൊസീജിയറാണ് നമ്മൾ ഇതിൽ നോക്കാൻ പോകുന്നത്. ഹൗ ടു ഡ്രോ ദി ഔട്ട്പുട്ട് വേവ് ഫോം ഇൻ ഷണ്ട് ക്ലിപ്പർ. ഷണ്ട് ക്ലിപ്പറിൽ എങ്ങനെയാണ് ഔട്ട്പുട്ട് വേവ് ഫോം വരയ്ക്കാൻ പോകുന്നത് എന്നുള്ളതാണ് നോക്കാൻ പോകുന്നത്. സോ നമ്മളിവിടെ ചെയ്യുന്നത് ഒരു കറണ്ട് മാർക്ക് ചെയ്യാണ്. ഫസ്റ്റ് കറണ്ട് I എന്ന് പറയുന്ന കറണ്ട് മാർക്ക് ചെയ്യാണ്. ആ കറണ്ട് മാർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ആനോഡ് ടു കാഥോഡ് ഡയറക്ഷനിലായിരിക്കും കറണ്ട് ഫ്ലോ. ഡയോഡിൻ്റെ ആനോഡിൽ നിന്ന് കാഥോഡിലേക്ക് ഒരു കറണ്ട് മാർക്ക് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്, മാർക്ക് എ കറണ്ട് I മാർക്ക് ചെയ്യണം. എവിടുന്ന് എങ്ങോട്ട്, ആനോഡ് ടു കാഥോഡ്. സെക്കൻഡ് സ്റ്റെപ്പ് നമ്മൾ Iക്ക് ഒരു എക്സ്പ്രഷൻ കണ്ടുപിടിക്കലാണ് അടുത്ത സ്റ്റെപ്പ്. ഫൈൻഡ് ആൻ എക്സ്പ്രഷൻ ഫോർ I. സോ ഫൈൻഡ് I, അതാണ് സെക്കൻഡ് സ്റ്റെപ്പ്.
ഫൈൻഡ് ഐ ആണ് സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. സോ ഐക്ക് ഒരു എക്സ്പ്രഷൻ ഞാൻ കണ്ടുപിടിക്കണം. സോ ഐക്ക് എക്സ്പ്രഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ലൂപ്പിൽ എന്ത് ചെയ്യാണ്, ഒരു KVL അപ്ലൈ ചെയ്യാണ്. സോ ഇതിലൂടെ ഒരു ഐ കറണ്ട് ഫ്ലോ ചെയ്യുന്നുണ്ട്. സോ ഡയോഡ് ഒബ്വിയസ്ലി എന്തായിരിക്കും, കറണ്ട് ഫ്ലോ ഉള്ളതുകൊണ്ട് നമുക്കൊരു ഷോർട്ട് ആയിട്ട് എടുക്കാം. സോ ഈ ഒരു ലൂപ്പിൽ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ ഐ എന്ന് പറയുന്ന കറണ്ട് ഫ്ലോ ചെയ്യുന്നുണ്ട്. സോ ഈ റെസിസ്റ്റൻസിലൂടെ ഐ എന്ന് പറയുന്ന കറണ്ട് ഫ്ലോ ചെയ്യുന്നുണ്ട്. സോ റെസിസ്റ്റൻസിന് അക്രോസ് ഒരു വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ട്, പ്ലസ് മൈനസ്. എന്തായിരിക്കും വോൾട്ടേജ്? ഐ ഇൻറ്റു RL. ഐ ഇൻറ്റു RL ആയിരിക്കും വോൾട്ടേജ് ഡ്രോപ്പ്, കറണ്ട് ഇൻറ്റു റെസിസ്റ്റൻസ്. സോ ഇൻപുട്ട് വോൾട്ടേജ് എന്താണ്? ഇതാണ് VI എന്ന് പറയുന്ന ഇൻപുട്ട് വോൾട്ടേജ്. സോ ഈ ഒരു ലൂപ്പിൽ നിങ്ങൾ എന്ത് ചെയ്യുക, KVL അപ്ലൈ ചെയ്യുക. സോ മൈനസ് പ്ലസ് പ്ലസ് മൈനസ്. സോ KVL അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും? മൈനസ് VI പ്ലസ് ഐ ഇൻറ്റു RL ഈക്വൽ ടു 0. മൈനസ് VI പ്ലസ് ഐ ഇൻറ്റു RL ഈക്വൽ ടു 0. നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ഫൈൻഡ് ഐ. സോ വാട്ട് ഈസ് ഐ? എന്താണ് ഐയുടെ എക്സ്പ്രഷൻ? ഐ ഈസ് ഈക്വൽ ടു VI ബൈ RL. VI ബൈ RL. ഓക്കെ, ഇനി ഐ ഗ്രേറ്റർ ദാൻ 0 ആവാം, ഐ ലെസ് ദാൻ 0 ആവാം. രണ്ട് പോസിബിലിറ്റി ആണ് ഉള്ളത്. ഐ ഗ്രേറ്റർ ദാൻ 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എടുത്തിരിക്കുന്ന ഡയറക്ഷൻ കറക്റ്റ് ആണ്. ഐ ഗ്രേറ്റർ ദാൻ 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയോഡ് എന്താണ്? ഫോർവേഡ് ബയസ് ആണ്. സോ മൂന്നാമത്തെ കേസായിട്ട് ഐ ഗ്രേറ്റർ ദാൻ 0 ആണെന്ന് നോക്കാം. സോ ഐ ഗ്രേറ്റർ ദാൻ 0 ആണ്. സോ ഐ ഗ്രേറ്റർ ദാൻ 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡയോഡ് എന്തായിരിക്കും? ഫോർവേഡ് ബയസ് ആയിരിക്കും. ഐ പോസിറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോർവേഡ് ബയസ് കറണ്ട് ആണ്, പോസിറ്റീവ്. സോ ഐ ഗ്രേറ്റർ ദാൻ 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ VI ബൈ R ഗ്രേറ്റർ ദാൻ 0. അപ്പോൾ ഡയോഡ് എന്തായിരിക്കും? ഐ ഗ്രേറ്റർ ദാൻ 0 ഫോർവേഡ് ബയസ്. സോ VI ബൈ R ഗ്രേറ്റർ ദാൻ 0. സോ VI ബൈ R ഗ്രേറ്റർ ദാൻ 0 ഡയോഡ് ഫോർവേഡ് ബയസ് ആയിരിക്കും. ഡയോഡ് എന്തായിരിക്കും? ഫോർവേഡ് ബയസ് ആയിരിക്കും. സോ VI ബൈ R ഗ്രേറ്റർ ദാൻ 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ട് ഡസ് ഇറ്റ് മീൻസ്? എന്താണ് അതിന്റെ മീനിങ്? VI ഗ്രേറ്റർ ദാൻ 0. സോ VI ഗ്രേറ്റർ ദാൻ 0 ആണ്. സോ VI ഗ്രേറ്റർ ദാൻ 0 ഡയോഡ് ഫോർവേഡ് ആണ്. സോ ഡയോഡ് ഫോർവേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഡയോഡിനെ ഷോർട്ട് ചെയ്യാം. ഡയോഡ് ഷോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഔട്ട്പുട്ട് എന്തായിരിക്കും? 0 ആയിരിക്കും. സോ VI ഗ്രേറ്റർ ദാൻ 0 ഔട്ട്പുട്ട് 0. VI ഗ്രേറ്റർ ദാൻ 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് ഹാഫ് സൈക്കിളാണ്? പോസിറ്റീവ് ഹാഫ് സൈക്കിൾ. സോ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ വരുന്ന സമയത്ത് ഔട്ട്പുട്ട് 0. ഔട്ട്പുട്ട് 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോസിറ്റീവ് ഹാഫ് സൈക്കിളിനെ നമ്മൾ എന്ത് ചെയ്യാണ്? ക്ലിപ്പ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ പോസിറ്റീവ് ഹാഫ് സൈക്കിളിന്റെ വർക്കിംഗ് ഓക്കെ ആണല്ലോ. ഇനി നമ്മൾ VI ഗ്രേറ്റർ ദാൻ 0 പറയുന്ന പോലെ തന്നെ ഐ എന്താവാം? ലെസ് ദാൻ 0 ആവാം. സോ ഐ ലെസ് ദാൻ 0 എന്താ സംഭവിക്കുന്നത് നോക്കാം. സോ ഐ ലെസ് ദാൻ 0. സോ ഐ ലെസ് ദാൻ 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ VI ബൈ R ലെസ് ദാൻ 0 ആണ്. സോ VI ബൈ R ലെസ് ദാൻ 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ VI ലെസ് ദാൻ 0. VI ലെസ് ദാൻ 0. സോ VI ലെസ് ദാൻ 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻപുട്ടിന്റെ നെഗറ്റീവ് ഹാഫ് സൈക്കിൾ ആണ്. സോ VI ലെസ് ദാൻ 0 ഡയോഡ് ഏത് ബയാസ് ആയിരിക്കും? റിവേഴ്സ് ബയസ് ആയിരിക്കും. ഐ ലെസ് ദാൻ 0 ആയതുകൊണ്ട് ഡയോഡ് റിവേഴ്സ് ബയസ് ആണ്. സോ റിവേഴ്സ് ബയസ് ആണെങ്കിൽ ഡയോഡ് എന്തായിരിക്കും? ഓപ്പൺ സർക്യൂട്ട് ആയിരിക്കും. ഓപ്പൺ സർക്യൂട്ട് ആണെങ്കിൽ ഇൻപുട്ട് തന്നെ നമുക്ക് ഔട്ട്പുട്ടിൽ കിട്ടും. സോ VI ലെസ് ദാൻ 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെഗറ്റീവ് ഹാഫ് സൈക്കിളിൽ ഇൻപുട്ട് എന്താണോ അത് ഔട്ട്പുട്ടിൽ കിട്ടും. എന്താണ് ഇൻപുട്ട്? നെഗറ്റീവ് ഹാഫ് സൈക്കിൾ. സോ നെഗറ്റീവ് ഹാഫ് സൈക്കിൾ നമുക്ക് അതുപോലെ തന്നെ ഔട്ട്പുട്ടിൽ കിട്ടുന്നു. സോ ഇതാണ് ഷണ്ട് ക്ലിപ്പറിൻ്റെ പ്രൊസീജിയർ വെച്ചിട്ടുള്ള ഔട്ട്പുട്ട് വേവ് ഫോം എക്സ്പ്ലനേഷൻ. സോ ദിസ് ഈസ് ഷണ്ട് പോസിറ്റീവ് ക്ലിപ്പർ. പോസിറ്റീവ് സൈഡാണ് നമ്മൾ ക്ലിപ്പ് ചെയ്യുന്നത്. ഓക്കെ, സോ വളരെ സിമ്പിളാണ് ഈ പ്രൊസീജിയർ നിങ്ങൾ ഫോളോ ചെയ്യുക. ബയാസ്ഡ് ക്ലിപ്പർ ആണെങ്കിലും ഷണ്ട് ക്ലിപ്പർ ആണെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു പ്രൊസീജിയർ യൂസ് ചെയ്യാം. സോ ഈ ഒരു മെത്തേഡ് വെച്ചിട്ട് നമുക്ക് ഇതും കൂടെ ഒന്ന് ചെയ്ത് നോക്കാം. ഇതിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? ഡയോഡിന്റെ പൊസിഷൻ ജസ്റ്റ് ഒന്ന് റിവേഴ്സ് ചെയ്തു. സോ ആ പ്രൊസീജിയർ ഒന്ന് നോക്കാം. മാർക്ക് എ കറന്റ് ഐ ഫ്രം ആനോഡ് ടു കാഥോഡ്. ആനോഡ് ടു കാഥോഡ് പറഞ്ഞുകൊണ്ടാണ് ഞാൻ അപ്വേർഡ് ഡയറക്ഷനിൽ കറന്റ് മാർക്ക് ചെയ്തത്. സോ കറന്റ് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് ഫ്ലോ ചെയ്യുന്നത്. സോ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ കറന്റ് ഫ്ലോ ആണെങ്കിൽ വോൾട്ടേജ് ഡ്രോപ്പ് അക്രോസ് റെസിസ്റ്റൻസ് ഈ ഒരു പൊളാരിറ്റി ആയിരിക്കും. എന്തായിരിക്കും? I ഇൻറ്റു RL. സോ നെക്സ്റ്റ് നമ്മൾ ഐക്ക് എക്സ്പ്രഷൻ കണ്ടുപിടിക്കുകയാണ്. സോ പ്ലസ് മൈനസ് എന്നുള്ളത് ഇതാണ് നമ്മുടെ ഇൻപുട്ട് വോൾട്ടേജ്. സോ മൈനസ് പ്ലസ് മൈനസ് പ്ലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈനസ് VI മൈനസ് I ഇൻറ്റു RL ഈക്വൽ ടു 0. സോ വാട്ട് ഈസ് I? സോ I ഈസ് ഈക്വൽ ടു മൈനസ് VI ബൈ RL. ഇതാണ് കറണ്ടിനുള്ള എക്സ്പ്രഷൻ.
ഇനി ഐ ഗ്രേറ്റർ ദാൻ 0 ആവാം, ഐ ലെസ് ദാൻ 0 ആവാം. സോ ഐ ഗ്രേറ്റർ ദാൻ 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയോഡ് ഫോർവേഡ് ബയസ് ആണ്. സോ ഐ ഗ്രേറ്റർ ദാൻ 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -VI/RL ഗ്രേറ്റർ ദാൻ 0 അല്ലേ. സോ -VI ഗ്രേറ്റർ ദാൻ 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ VI ലെസ് ദാൻ 0. സോ VI ലെസ് ദാൻ 0 ആവുന്ന സമയത്ത് ഡയോഡ് എന്താവും? ഫോർവേഡ് ബയസ് ആവും. സോ VI ലെസ് ദാൻ 0 ആവുന്ന സമയത്ത് ഡയോഡ് ഫോർവേഡ് ബയസ് ആവും. VI ലെസ് ദാൻ 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെഗറ്റീവ് ഹാഫ് സൈക്കിൾ. നെഗറ്റീവ് ഹാഫ് സൈക്കിൾ ആവുന്ന സമയത്ത് ഡയോഡ് ഫോർവേഡ് ആവും. ഫോർവേഡ് ആവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയോഡ് നമുക്ക് എന്ത് ചെയ്യാം? ഷോർട്ട് സർക്യൂട്ട് ചെയ്യാം. ഡയോഡിന് നമുക്ക് എന്ത് ചെയ്യാം? ഷോർട്ട് സർക്യൂട്ട് ചെയ്യാം. ഷോർട്ട് സർക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഔട്ട്പുട്ട് എന്താവും? 0 ആവും. സോ നെഗറ്റീവ് ഹാഫ് സൈക്കിളിൽ ഔട്ട്പുട്ട് 0 ആയിരിക്കും. നെഗറ്റീവ് ഹാഫ് സൈക്കിളിൽ ഔട്ട്പുട്ട് എന്തായിരിക്കും? 0 ആയിരിക്കും. ഇനി ഐ ലെസ് ദാൻ 0 കണ്ടീഷനിൽ എന്താ സംഭവിക്കുന്നത് നോക്കാം. സോ ഐ ലെസ് ദാൻ 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് ബയസ് ആണ്? റിവേഴ്സ് ബയസ് ആണ്. ഐ ലെസ് ദാൻ 0 മീൻസ് റിവേഴ്സ് ബയസ്. സോ ഐ ലെസ് ദാൻ 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -VI/RL ലെസ് ദാൻ 0. അങ്ങനെയാണെങ്കിൽ -VI ലെസ് ദാൻ 0. ദാറ്റ് മീൻസ് VI ഗ്രേറ്റർ ദാൻ 0. സോ VI ഗ്രേറ്റർ ദാൻ 0യിൽ ഡയോഡ് റിവേഴ്സ് ബയസ് ആണ്. VI ഗ്രേറ്റർ ദാൻ 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ. സോ പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ ഡയോഡ് റിവേഴ്സ് ബയസ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയോഡ് എന്തായിരിക്കും? ഓപ്പൺ സർക്യൂട്ട് ആയിരിക്കും. ഓപ്പൺ സർക്യൂട്ട്. ഓപ്പൺ സർക്യൂട്ട് ആണെങ്കിൽ ഇൻപുട്ട് നമുക്ക് എവിടെ കിട്ടും? ഔട്ട്പുട്ടിൽ കിട്ടും. സോ ഇൻപുട്ട് എന്താണ്? പോസിറ്റീവ് ഹാഫ് സൈക്കിൾ ആണ്. പോസിറ്റീവ് ഹാഫ് സൈക്കിൾ നമുക്ക് എവിടെ കിട്ടി? ഔട്ട്പുട്ടിൽ കിട്ടി. സോ ഇങ്ങനെയാണ് നമ്മൾ പ്രൊസീജിയർ വെച്ചിട്ട് ഷണ്ട് ക്ലിപ്പറിൻ്റെ കേസിൽ വേവ് ഫോം പ്ലോട്ട് ചെയ്യുന്നത്. സോ താങ്ക് യു ആൾ.